ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള എഗ് ബിരിയാണി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുക്കറിലാണ് എഗ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ സിമ്പിളാണ്, നമ്മൾ അടുപ്പൊന്നും കത്തിക്കേണ്ട ആവശ്യം, നമുക്ക് ഗ്യാസുമ്മ തന്നെ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടൊരു എഗ് ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാഷ്യൂ നട്ട്സ് ആണ് ഇട്ടിരിക്കുന്നത്. എണ്ണയിലേക്ക് കാഷ്യൂ നട്ട്സ് ഇടുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ വലിയ ഉള്ളി ഇല്ലേ, ഓണിയൻ, അതിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ തക്കാളിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മൾ തക്കാളി ഉടയണ വരെ ഇങ്ങനെ മിക്സ് ചെയ്യാൻ കേട്ടോ. അതിൽ ഇതിക്ക് ഉപ്പും കൂടി ഇട്ടുക, എന്നിട്ടും കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് ആയിക്കോളും. ഉപ്പിട്ട് നമുക്ക് വേഗം ആയിക്കോളും ഈ ഉള്ളിയും ഇതൊക്കെ. നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് ഈ തക്കാളി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിൽ തക്കാളി ഇങ്ങനെ ഉടയണം കുറച്ചൊക്കെ, അങ്ങനെ ആകുമ്പോൾ അല്ലെങ്കിൽ തക്കാളി ഇങ്ങനെ കടിക്കൂലേ. തക്കാളി കുറച്ച് ഉടയണ വരെ ഇങ്ങനെ മിക്സ് ചെയ്യുക. അങ്ങനെ തക്കാളിയൊക്കെ അത്യാവശ്യം ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഓവറായി ഉടയുന്ന വേണ്ട, എത്ര മതി. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ഉള്ളി, പിന്നെ മുളക്, ഇതൊക്കെ പാടെ, ഈ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ പാടെ ചതച്ചൊരു മസാലയാണ് കേട്ടോ. അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് പിന്നെ എൻ്റെ നേരെ ചതഞ്ഞിട്ടൊന്നുമില്ല, പെട്ടെന്നാക്കിയപ്പോൾ. പക്ഷെ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞങ്ങൾ ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിച്ചപ്പ് കട്ട് ചെയ്തതും, പിന്നെ വേപ്പിലല്ലേ അതും കൂടി ഇട്ട് കൊടുക്കണം. ഇത് രണ്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അടുത്ത് നമ്മൾ മസാലപ്പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന എല്ലാ നമ്മളെ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. അങ്ങനെ കമൻറ്റും ചെയ്തോളി കേട്ടോ, ലൈക്ക് അടിച്ചോളിയും, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ഗരം മസാല ഇല്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച എഗ്ഗാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 3 ആളാണ്, അപ്പോൾ 3 ആൾക്ക് ഓരോന്ന് വെച്ചിട്ട് ഞാൻ 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ബോയിൽ ചെയ്ത് വെക്കാൻ കേട്ടോ എഗ്ഗ്, എന്നിട്ട് കുക്ക് ചെയ്യൽ തുടങ്ങാം. അതാകുമ്പോൾ സുഖമാണ്. അല്ലെങ്കിൽ പിന്നെ ഇതിന് വെയിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ബോയിൽ ചെയ്ത് വെച്ചാൽ മുട്ട ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ മസാലയിൽ ഈ എഗ്ഗ് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പിന്നെ നമ്മൾ വെള്ളമാണ് ഇട്ട് ഒഴിക്കണത്. പിന്നെ വെള്ളത്തിൻ്റെ അളവൊന്നും എനിക്കറിയില്ല, അരിയൊക്കെ ഇടാനുള്ളതല്ല, അപ്പോൾ അതിനനുസരിച്ച് വെള്ളം എടുക്കുക. പിന്നെ നമ്മൾ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അരി ഇട്ടത് വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ്, വീഡിയോ എടുക്കാൻ പറ്റിയില്ല അരി ഇട്ടത്. അപ്പോൾ നമ്മൾ ഇനി ആ വെള്ളം കുറച്ചാകുമ്പോൾ അരിക്കാൻ അരി ഇടുക, അത്രയേ ഉള്ളൂ. വെള്ളം തിളക്കുമ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ അരിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കർ അടച്ചു വെച്ച് വിസിലടിക്കുക. എന്നിട്ട് നമ്മൾ വെന്ത് കഴിഞ്ഞാൽ അത് തുറന്ന് നോക്കുക. അങ്ങനെ നമ്മൾ ബിരിയാണി റെഡി ആയിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇത്രയുള്ള നല്ല സിമ്പിളായിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാം. സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുകയാണ്. പിന്നെ എൻ്റെ അമ്മേൻ്റെ ബിരിയാണി കുറച്ച് വേവ് കമ്മിയുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അമ്മ വീണ്ടും അടച്ചു വെച്ച് വിസിലടിക്കാമെന്നൊക്കെ കരുതി, പക്ഷെ ഞങ്ങൾ പറഞ്ഞു വേണ്ടാന്ന്. ഇത്ര എന്താണ് ഇതാണ് പാകം. അങ്ങനെ നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കുകയാണ്. ഈ ടേസ്റ്റ് ഇതൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ ഞങ്ങളിൽ കുറച്ച് എരിവ് കൂടിയിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ്. അതായത് നമ്മൾ ചമ്പട്ടിയിൽ വെച്ച് ഉണ്ടാക്കുകയൊന്നും വേണ്ട, കുക്കറിൽ ജസ്റ്റ് ഒരു 2-3 വിസിലടിച്ച് വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ.